നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ജീവനക്കാരെ പട്ടിണിക്കിടരുതെന്ന മുദ്രാവാക്യവുമായി അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ അതിജീവന ധർണ നടത്തി. CPI നിയന്ത്രണത്തിലുള്ള വിവിധ സംഘടനകളാണ് പ്രതിഷേധ സമരം നടത്തിയത്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം AKSTU സംസ്ഥാന സെക്രട്ടറി M. വിനോദ് ഉദ്ഘാടനം ചെയ്തു. ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ആർജിതാവധി ആനുകൂല്യം പണമായി നൽകുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിക്കുന്ന സാമ്പത്തികമായ വലിയ പരാധീനതയുണ്ട്. അത് ഈ സർക്കാരിനോട് തുറന്നു പറഞ്ഞേ മതിയാകൂ എന്ന ദൃഢനിശ്ചയത്തിന്റെ പേരിലാണ് നാം ഇന്ന് ഇതുപോലൊരു ധർണാ സമരത്തിന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമുക്കൊക്കെ അറിയാം, സർവീസിൽ കയറിയത് മുതൽ ക്ഷാമബത്ത ആനുകൂല്യം നേടുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വില നിലവാര സൂചികയ്ക്കനുസൃതമായി കേന്ദ്ര സർക്കാരിന്റെ സർവീസിലുള്ള ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിച്ചു കൊടുക്കാറുണ്ട്. ഒരു വർഷം 2 തവണയായി ജനുവരി, ജൂലൈ മാസങ്ങളിലാണ് നമുക്ക് ക്ഷാമബത്ത ലഭിക്കുന്നത്. ഇതേ ക്ഷാമബത്ത സംസ്ഥാന തലങ്ങളിലും അനുവദിച്ചു നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരുകൾ കാലാകാലമായി കൈക്കൊണ്ട നിലപാട്. എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ തരത്തിലുള്ള യാതൊരു ആനുകൂല്യവും ലഭിക്കാത്ത ജീവനക്കാരും അധ്യാപകരുമാണ് കേരളത്തിലെ സർവീസ് മേഖലയിലും സ്കൂളുകളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ. സമരസമിതി ചെയർമാൻ സുനിൽകുമാർ അധ്യക്ഷനായി. നേതാക്കളായ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത്, V. രാധാകൃഷ്ണൻ, ആദർശ് KK, രവീന്ദ്രൻ KV, ജീവാനന്ദ്, TS പ്രദീപ്, ബീന K, റോയി ജോസഫ് K എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.